കിട്ടും. ഹലോ, അപ്പോ ആദിചന്ദ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ട്രാവൽ വ്ലോഗ് ഒന്നും അല്ല. ട്രാവൽ വ്ലോഗ് ആണൊന്നും അല്ല, നമ്മൾ കാടിന്റെ ഉള്ളിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് കൽച്ചാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. എവിടെയാന്ന് നമുക്കും എന്തായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്? കരിമ്പാറയിലെ കൽച്ചാടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആഗു അതിന്റെ എഫക്റ്റിലാണ് ഗ്ലാസ് ഒക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ട്രിപ്പിംഗ് മൂഡാണ് ആഗുന്. സോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോവാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആഗു നമ്മൾ എങ്ങടാണ് പോണ്? നമ്മൾ കൽച്ചാടി എവിടെയാണ്? ഈ ഒരു നല്ല ഐശ്വര്യമുള്ള കുട്ടി ഓൺലൈൻ ക്ലാസ്സിലാണ്. കൽച്ചാടിയിലെ ഓൺലൈൻ ക്ലാസ്. ഞങ്ങൾ വഴി അറിയാതെ, അതെ, ഞങ്ങൾ ഇവിടെ റേഞ്ച് ഇല്ലല്ലോ. കൽച്ചാടി എവിടെയാന്ന് അറിയോ ഗൈസ്? കരിമ്പാറന്റെ അവിടത്തെ കൽച്ചാടി. എത്ര ദൂരമുണ്ട്? 1 കിലോമീറ്റർ. സിമ്പിൾ. കൽച്ചാടിയിലേക്ക് വെറും 1 കിലോമീറ്റർ മാത്രം. ആഗുവിന്റെ ഗ്ലാസ് ആണ് ഇന്നത്തെ ഹൈലൈറ്റ്. ഗ്ലാസ് ഇട്. സലീം കുമാറിനെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക്. സൂപ്പർ ഡാ. സലീം കുമാർ ഏതോ ഒരു മൂവിയില്. പക്ഷെ ആഗു പറയണത് അത് ട്രെൻഡാണെന്നാണ്. വെയില് ഇത് കണ്ട കുട്ടിമീന് വന്നിറങ്ങാത്ത മുന്നേ എവിടെ പക്ഷെ കുപ്പി കൊണ്ടുവരായിരുന്നു കേട്ടോ നമുക്ക്. എവിടെ? ആ യെസ്, ഇതില് തന്നെ ഗപ്പി. നോക്ക്, ഇവിടെ ഗപ്പി. ആ പക്ഷെ നമ്മളിന്ന് കുപ്പിയൊന്നും എടുത്തില്ല. ഇതാ സൂപ്പർ ഗൈസ്. അപ്പോ അങ്ങനെ നമ്മൾ കൽച്ചാടിയിൽ എത്തിയിട്ടുണ്ട്. കൽച്ചാടി പുഴയിലേക്ക് നമ്മളെ ജോർജാട്ടൻ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ തോർത്തൊക്കെ എടുത്തു. അവിടെ അധികം വെള്ളമില്ല, എന്നാൽ പോലും കുറച്ച് വെള്ളം ഉണ്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് ജോർജാട്ടൻ ആ സ്ഥലമൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടേക്ക് പോവാണ് അല്ലെ? പോണ്ട, വെറുതെ പോണ്ട. അപ്പോഴേ നമ്മൾ പോയിന്റ്. അപ്പൊ ഇനി വെള്ളം ഉണ്ടോന്ന് നമ്മൾ നോക്കാൻ പോവാണ് അല്ലേ? കല്ല, ലെറ്റ്സ് ഗോ. പോവാണ്. അവിടെ ഇപ്പൊ പന്നികളൊക്കെ ഉണ്ടോ? എന്താ ഇതാണ് പുഴ. അമ്മേ, ടാസ്ക് ആണല്ലോ ഈശ്വര. അമ്മേ, ആ സൂപ്പർ. ഇതെന്തത് അടി തല കറങ്ങിയ ഈശ്വര. അത് കിണറാണോ? ഓവ്. അയ്യോ. ദൈവമേ, ഈശ്വര. ഗൈസ്, അടിപൊളിയില്ലേ? നല്ല രസമുണ്ട് ഫുള്ള്. ആ വെള്ളത്തിന്റെ സൗണ്ട്. ആൻറ്റി കമോൺ. ഇരുന്നിട്ട് മെല്ലെ വരാന്ന്. ഗൈസ്, ഇതാണ് ആ എനിക്ക് തോന്നുന്നു ഇത് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി 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 വരുന്ന സ്ഥലമാണ്. പക്ഷെ അടിപൊളിയാ എൻ്റെ ഈശ്വര. ഇന്ന് ഇവിടെ നമ്മളിവിടേക്ക് അല്ലേ ഇനിയും ഉണ്ടാ പോവാൻ? അയ്യോ, മഴയില്ലാത്ത
ശരിയാ, ക്യാമറ നോക്കിക്കൊണ്ടിരുന്നാ ഞാൻ വീഴാൻ ചാൻസ് ഉണ്ട്. അമ്മേ കല്ല, നിങ്ങൾ എഴുതിയ പോയത് ഗൈസ്, വെരി റിസ്കി. ദൈവമേ, ഫൈനലി നമ്മളിവിടെ എത്തി. കല്ലു ആകുമൊക്കെ അവിടെ ഓൾറെഡി ലാൻഡ് ചെയ്തു. കല്ലു അവിടെ ഇരിക്കാൻ തുടങ്ങി. നല്ല സ്ഥലം കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ അമ്മയോ ഹരണക്കളി. ആകും ജോർജേട്ടനും കൂടെ അവിടെ സ്ഥലം ആസ്വദിക്കും. യെസ്, സൂപ്പർ സൂപ്പർ ലൊക്കേഷൻ. അമ്മേ പോണ്ടി, ഞാൻ ശരിക്കും പാമ്പാണ് വിചാരിച്ചു. അമ്മേ ഗൈസ്, വലിയൊരു പാമ്പ്. കല്ല പാമ്പടി അരിച്ചു വരുന്നുണ്ട്. കേറ് വെറുതെ പറഞ്ഞാണ്. കയറ അങ്ങനെ ഇവിടെ കളിക്കാൻ എത്തിയിരിക്കുകയാണ്. ആകു എവിടെ? ആകുനെ കാണാനില്ല. ആകു 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 എന്താ ടീഷർട്ട് ഇട്ടത്? ഇത്ര നേരം അങ്ങനെ ആയിരുന്നില്ലല്ലോ. രാജവെമ്പാലനെ കണ്ടെത്തിയിരിക്കുകയാണ്. ബാബാ സുരേഷ് അവിടുന്ന് വരുന്നുണ്ട്. നീന്താൻ അറിയോ അവന്? വാ നീന്തി വാ ഗൈസ്. അപ്പോൾ എല്ലാവരും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളത്തിൽ സെറ്റായി. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരൊക്കെ കാണുന്നില്ല അല്ലെ, കൊടും കാടാണ്. ബാക്കിയുള്ളവരൊക്കെ വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. അടിപൊളി കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ കരിമ്പാറ എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലത്തേക്ക് വരുന്നത്. പക്ഷെ ഇത്ര അടുത്തായിട്ട്, നമുക്ക് തിരുവഴിയാടിന്ന് അടുത്തല്ലേ, പക്ഷെ ഇത്ര അടുത്തായിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ച് വർഷം മുന്നായിരുന്നു. അപ്പം ഇന്നിപ്പം അങ്കിളുടെ ഒരു ഫ്രണ്ട് ആള് പറഞ്ഞു. അപ്പം ആള് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നാണ് ഈ സ്ഥലത്ത്. ഇപ്പം ഉച്ച 1 മണി ആവാനായി. നമ്മൾ രാവിലെ വന്നതാണ്. ഇത്ര നേരം കളിച്ച് ഇതെല്ലാവരും വരുന്നുണ്ട്. അടിപൊളിയായിട്ട് നമ്മളിവിടെ എൻജോയ് ചെയ്തു. ഓക്കെ, അപ്പം എന്തായാലും ഇവിടെ ഈ ഒരു പരിസരത്തൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ നോക്കുക. ഞാൻ ലൊക്കേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം. ഓക്കെ, സോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇവിടുത്തെ വിശേഷങ്ങൾ.